ലവ് ജിഹാദ് ആരോപണത്തിൽ ഭീഷണി ഭയന്ന് കേരളത്തിൽ അഭയം തേടി ജാർഖണ്ഡ് സ്വദേശികൾ. ചിത്താപൂർ സ്വദേശികളായ മുഹമ്മദ് ഗാലിബും ആശാവർമ്മയുമാണ് അഭയം തേടിയത്. ഭീഷണി ഭയന്ന് ഇരുവരും കായംകുളത്തെത്തിയാണ് വിവാഹിതരായത്. ഇവർക്ക് സംരക്ഷണം നൽകുമെന്ന് കായംകുളം ഡിവൈഎസ്പി അറിയിച്ചു. കള്ള എഫ്ഐആർ ഇട്ടാണ് ഇപ്പോൾ ഈ പെൺകുട്ടിയെയും പയ്യനെയും ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ജാർഖണ്ഡിൽ നിന്ന് ആളുകൾ വന്നിട്ടുള്ളത്. അവർ ശരിക്കും ഒരു പോലീസുകാരാണെന്ന് പോലും നമുക്കറിയത്തില്ല. അവിടുത്തെ സിറ്റുവേഷൻ ഇത്രയും മോശമായിട്ടുള്ള രീതിയിലാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പയ്യൻ്റെ വീട്ടുകാർക്കും എല്ലാം വധഭീഷണി ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഈ പെൺകുട്ടിക്കാണേലും ഉണ്ട്. ഇവരവിടെ ചെല്ലുവാണെങ്കിൽ ഇവർ ജീവനോടിരിക്കും, ഇവർ സുരക്ഷിതരായിരിക്കുമെന്ന് പോലും അറിയില്ല. അതുകൊണ്ടാണ് നമ്മൾ ഹൈക്കോടതിയിൽ ഒരു റിട്ട് ഫയൽ ചെയ്തേക്കുന്നത്, ഇവരുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്. മറ്റാരുമില്ല ഇവരെ ഇപ്പം സഹായിക്കാനായിട്ട്. നമുക്ക് നിയമപരമായിട്ടുള്ള സുരക്ഷിതത്വം മാത്രമേ ഇവർക്കിപ്പം നൽകാൻ സാധിക്കുകയുള്ളൂ. പോരെ. ചേരുന്നുണ്ട് ഷൈജു, എന്താണ് സംഭവം? അമൃത, വ്യത്യസ്ത മതസ്ഥരായ ഇവർ വിവാഹിതരാകാൻ തീരുമാനിച്ചതിന്റെ പേരിലാണ് ലവ് ജിഹാദ് ആരോപിച്ച് കടുത്ത പ്രതിഷേധം ജാർഖണ്ഡിൽ നടക്കുകയും ഈ പെൺകുട്ടി വിവാഹം മറ്റൊരാളുമായി ഉറപ്പിക്കുകയും ചെയ്തിരുന്നു വീട്ടുകാർ. ഇതറിഞ്ഞ് വിദേശത്തായിരുന്ന ആൾ തിരിച്ചെത്തി വിവാഹം കഴിക്കാൻ തയ്യാറാകുന്ന സമയത്താണ് ഇത് ലവ് ജിഹാദാണ് എന്ന ആരോപണം ഉന്നയിച്ച് നിരന്തരം മർദ്ദിക്കുകയും വലിയ തോതിൽ അവരെ അവഹേളിക്കുകയും ഒക്കെ ചെയ്ത സന്ദർഭത്തിലാണ് അവർ അവിടെ നിന്ന് കായംകുളത്തേക്ക് എത്തുകയായിരുന്നു. പിന്നാലെ ജാർഖണ്ഡ് പോലീസും ബന്ധുക്കളും കായംകുളത്തെത്തിയെങ്കിലും ഇരുവരും പോകാൻ തയ്യാറായില്ല. ഇതോടെ കേരള പോലീസിന്റെ സംരക്ഷണയിലാണ് ഇരുവരും ആയത്. 10 വർഷത്തിലേറെയായി ഇവർ തമ്മിൽ പ്രണയത്തിലാണ്. ജാർഖണ്ഡ് ചിത്തപ്പൂർ സ്വദേശികളായ ആശാവർമ്മയും മുഹമ്മദ് ഗാലിബുമാണ്. ഒരാൾ ഇസ്ലാം മത വിശ്വാസിയും മറ്റൊരാൾ ഹിന്ദു മത വിശ്വാസിയുമാണ്. ഇവർ പ്രണയത്തിന് വിഘാതമായപ്പോഴാണ് ബന്ധുക്കൾ ഒന്നടക്കം എതിർപ്പുമായി എത്തി. ഒടുവിൽ 45 വയസ്സോളം പ്രായമുള്ള ഒരാളെ കൊണ്ടാണ് വിവാഹം കഴിപ്പിക്കാൻ തീരുമാനിച്ചത് ഈ പെൺകുട്ടിയെ. അതിൽ പ്രതിഷേധിച്ചും ഈ പ്രണയം ആയ ആളുമായി മാത്രം വിവാഹം കഴിക്കൂ എന്ന് തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ജാർഖണ്ഡിൽ നിന്നും അവർ നേരെ കായംകുളത്ത് എത്തി. പോലീസ് സംരക്ഷണയിലാണ് അവർ വിവാഹം കഴിച്ചിട്ടുള്ളത്. ശരി, യു ഷൈജു ആണ് വിവരങ്ങൾ നൽകിയത്.